ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് VSSC മുദ്രവെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വിജിലൻസ് സന്നിധാനത്ത് 4 ഇടങ്ങളിൽ ഇന്ന് പരിശോധന നടത്തി. അതിനിടെ ബോർഡ് അംഗം N. വിജയകുമാറിനെ കോടതി ഇന്ന് SIT കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായിരുന്നു സന്നിധാനത്ത് നിന്നും ശേഖരിച്ച് VSSCയിൽ പരിശോധന നടത്തി ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത്. സ്വർണം പൂശിയ ചെമ്പ് പാളികളുടെയും പരിശോധനാ ഫലം കൈമാറി. ശബരിമലയിൽ നിന്നും എത്രത്തോളം സ്വർണം നഷ്ടമായെന്നറിയുന്നതിന് റിപ്പോർട്ട് പ്രധാനമാണ്. പാളികൾ അപ്പാടെ മാറ്റിയോ പുതിയ പാളികളിലാണോ സ്വർണം പൂശിയത്, പഴയ പാളികൾ ഇപ്പോഴും സുരക്ഷിതമോ എന്ന ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. മുദ്രവെച്ച കവറിൽ കോടതിയിൽ കൈമാറിയ റിപ്പോർട്ട് SITക്ക് കൈമാറും. ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലും ഉൾപ്പെടെ 4 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജീവനക്കാരും ശാന്തിക്കാരും ഉൾപ്പെടെ നെയ് വിൽപ്പന ചുമതലയിലുണ്ടായിരുന്ന 33 പേരാണ് കേസിലെ പ്രതികൾ. ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N. വിജയകുമാറിനെ ഒരു ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. 2019 കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N. വിജയകുമാറിന്റെ മൊഴി നിർണായകമായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.